ബെൻസ്, ബുഗാട്ടി, ഹമ്മർ, ലംബോർഗിനി, ഫെറാരി മൾട്ടി ബില്യണറിലായി കഴിഞ്ഞാൽ വെൽക്കം ബാക്ക് ടു മിസ്റ്റർ മാസ്റ്റർ റോസിലേക്ക് മിസ്റ്റർ മാസ്റ്റർ ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ട് ചാനലിലുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം കാര്യങ്ങളൊക്കെ? കുറേ ആയി വീഡിയോയിൽ വന്നിട്ട്, മറ്റൊന്നും കൊണ്ടല്ല, നോമ്പായതുകൊണ്ട് ഞാൻ വിചാരിച്ചു പിന്നെ നോമ്പിന് വീഡിയോ ഇടണ്ടാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നോമ്പെല്ലാം കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ഞാൻ അവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു വീട്ടിൽ കൂടൽ കല്യാണം, അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് പരിപാടികളിലാണ്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എവിടെയാണ് ഉള്ളത്? എൻ്റെ ആപ്പാൻ്റെ വീടാണ്. അപ്പോൾ ഞാൻ ഇവിടെ ആയിട്ടാണ് ഇപ്പോൾ 2-3 ദിവസം ഉള്ളത്. ജസ്റ്റ് ഇവിടെ സഹായിക്കാനും ചെറിയ ചെറിയ നമ്മൾക്കുണ്ടാകുന്ന പണികളൊക്കെ എടുത്തു കൊടുക്കാനൊക്കെ. ഓക്കെ, അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. ഒന്നുമില്ല, ജസ്റ്റ് ഞാനിവിടെ ആയതുകൊണ്ട് ഇവിടുത്തെ കണ്ടൻറ്റ് ഇടാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വീടും ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇപ്പം വൈകുന്നേരമായി. LED ഇട്ടിട്ടുണ്ട്. ഓക്കെ, പണിക്കാർ നോക്കുക എന്താ ചെയ്യുന്നത് കണ്ട. ഇതാ ഇതൊക്കെ ഇവിടൊക്കെ ചില്ല് വരും കേട്ടോ, വലിയ മറ്റേ ചില്ലെല്ലാം വരും, കർട്ടനൊക്കെ വരും. ഇപ്പം എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇതൊന്നല്ല, ഇതെന്താ ഒന്നും വൃത്തിയായിട്ടില്ല, എല്ലാവരും പണിയിലാണ്. ഇതല്ല സ്വിച്ച് ബോർഡിലെങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്, സാധനങ്ങളുണ്ട്. ഇതെല്ലാം വൃത്തിയായി, മാർബിളൊക്കെ പോളിഷായി, അവിടെ പണികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം കഴിയുമ്പോൾ അടിപൊളിയാവും. മുകളിൽ പിന്നെ ഇത് സെൻട്രൽ ഹാള്. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവണം, ഞാൻ കുറച്ചും കൂടി ഇങ്ങോട്ട് വന്നിട്ട് ഇത് ഞാൻ പറഞ്ഞില്ല നീളത്തിലാണ് വരുന്നത്. ഇതേണ്ട, ഇവിടുന്ന് അവിടെ ഗ്ലാസ് ഒന്നുമില്ല, ഇവിടുന്ന് അവിടുത്തെ വരെ നീളത്തിൽ പോകുന്നുണ്ട്. ഇവിടെ മാത്രമേ ലൈറ്റ് ഇട്ടിട്ടുള്ളൂ, അറ്റത്തൊന്നും ഇട്ടിട്ടില്ല. ഇത് നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മളെ ഒരു കോൺഫറൻസ് ഹാളൊക്കെ അല്ലേ, അതേപോലെ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സൈഡിൽ കൂടി നടക്കാനുള്ളൊരു നടവഴിയാണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്കൊരു കണക്ഷൻ, അല്ലാണ്ട് ഫുള്ളായിട്ടില്ല. ഇതൊക്കെ ഓപ്പൺ ആയിട്ടാണ്, ഇവിടെ ഓപ്പൺ ആണ്. അതേപോലെ തന്നെ ഇവിടെ ഓപ്പണാണ്. ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങോട്ടേക്കൊരു നമ്മളെന്താ പറയുക, പാലം പോലെ ഒരു പരിപാടി. അവിടുന്ന് നമ്മൾ നേരെ ഇങ്ങോട്ടേക്കാണ് പോകുന്നത്, പുറത്തേക്ക്. ഇതാ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അടിപൊളിയല്ലേ, സംഭവം പൊളിയാണ്. ഇവിടെ നമുക്ക് ചില്ല് ചെയ്തിരിക്കാനൊക്കെ സൂപ്പർ സ്ഥലമാണ്. ഇതാണ് വീട്, ഇത്ര വലുപ്പമുണ്ട്. ഇതിന് ഒന്നും കൂടി വലുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ പുറമേന്ന് ഞാൻ പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്കതിൻ്റെ ഒരു വലുപ്പം മനസ്സിലാവും. നീളത്തിൽ വരും, 7000 സംതിങ് സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഓക്കെ, 6 ബെഡ്റൂംസാണുള്ളത്. പിന്നെ വേറെ പറയാൻ എന്താണ്, ഇതാണ് നമ്മളെ പുരേക്കുള്ള കല്യാണം കൂടിയാണ്. അപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന സഫൂറാൻ്റെ റൂമാണിത്. ഈ ഒരു ടീമിൽ സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു തട്ടുണ്ട്. അതേപോലെ തന്നെ ഇതൊക്കെ മറ്റേ ഇതുകൊണ്ട് തന്നെ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് ഇനി ഇതിന്മേൽ വർക്ക് ഇഷ്ടം പോലെ വരാണ്ട്. അതും കൂടി വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു പ്രീമിയം ലുക്കിലേക്ക് വരും. ഇത് ഇപ്പോഴേ ഒരു പാറ്റേൺ, ഈ പാറ്റേണിൽ ഡിസൈൻ അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് എങ്ങനെയുണ്ട് ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് പറ. ഞാൻ സത്യം പറഞ്ഞാൽ ബ്ലോഗ് എടുത്തിട്ട് കുറേ ആയി, എനിക്കൊന്ന് 1 മാസത്തിന് മുകളിലേക്കായി. നോമ്പിന് റമദാനൊന്നും ഞാൻ ബ്ലോഗ് എടുത്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ എന്തായാലും ബാക്കി അപ്ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം ഈ വീഡിയോസ് വരുന്നുണ്ട്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും കുറച്ച് ദിവസം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ കണ്ടൻറ്റ് ഇതാക്കിയിട്ട് ഇടാമെന്ന് വിചാരിക്കും. ഓക്കെ, വേണ്ട സീലിങ്ങൊക്കെ ഇതൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയാണ് കിച്ചൺ വരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ വേറെ എന്താ പറയാനുള്ളത്, ഇതൊക്കെ തന്നെ. പിന്നെ സ്റ്റെയർ, 2 സ്റ്റെയർ അപ്പുറത്തിപ്പുറത്തേക്ക് വരുന്നുണ്ട്. വീടിൻ്റെ ഏകദേശം മുക്കാലും ഇതേപോലത്തെ വലിയ പിന്നെ ഗ്ലാസ് വരുന്ന സ്പേസുകളാണ്. അതുകൊണ്ട് വെളിച്ചത്തിന് ഒരു കമ്മിയും ഉണ്ടാവില്ല. പകൽ വേറെ വെളിച്ചത്തിൻ്റെ ആവശ്യമില്ല, രാത്രി മാത്രമാണ്. ഇതുണ്ട് മുകളിൽ, ഇത് ലൈറ്റല്ല, ഫാനാണ്, മെയിൻ പർപ്പസ് ഫാനാണ്. അതിന് ലൈറ്റും കൂടി ഫിറ്റ് ചെയ്തിട്ടുള്ളൂ. ഓപ്പൺ കിച്ചനാണ് വരുന്നത്. ഓപ്പൺ കിച്ചൺ ഡൈനിങ് ഹാൾ നേരെ വന്നു കഴിഞ്ഞാൽ ഇത് കിച്ചണാണ്. ടേബിൾ ഇവിടെയൊക്കെ സ്ട്രിപ്പ് ലൈറ്റ് വരും, അത് തട്ടുകളാണ്. ഇവിടെ കംപ്ലീറ്റ് പരിപാടിയെല്ലാം വരും. ഇങ്ങനെയുണ്ട 2 പയ്യന്മാർ അവർ പണിയെടുത്തോണ്ട് ഏകദേശം പണിക്കാരൊക്കെ പോയി, വൈകുന്നേരം സമയമായി, 5 മണി 6 മണി സമയത്തായി. ഓക്കെ, പിന്നെ ഇതാണ് പിന്നെ ആ ടേബിളിൻ്റെ മുകളിൽ ഞാനിപ്പോൾ പെയിൻ്റ് അടിച്ച ടേബിളില്ല, ആ ടേബിളിൻ്റെ മുകളിലിടുന്ന പിന്നെ ഇത് മാർബിൾ, ഇത് പോളിഷ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഇട്ടതാണ്. ഓക്കെ,
ഇങ്ങനത്തെ ടേബിളെല്ലാം സത്യം പറഞ്ഞാൽ നമ്മൾ പുറമേ നിന്ന് മേടിക്കുമ്പോൾ നല്ല പൈസയാവും. പക്ഷേ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ. അപ്പോൾ അത്രത്തോടെ ഉള്ളൂ. ഇതാണ് കവാടം. അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പുറമേ നിന്ന് കാണിച്ചു തരാം. ലൈറ്റ് കറക്റ്റ് ഇല്ല. ഓക്കെ, പുറമേ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഇതാട്ടെ വീട്. അത്യാവശ്യം വലുതന്നെയാണ്. കൈസ്ഥിരതയിൽ വീട് അവിടെ ഉണ്ട്. എന്താണ് ഇച്ചു എന്താ അഭിപ്രായം പറയാനുള്ളത്? ചോദിച്ചപ്പോൾ ഒന്നും അറിയില്ലതാ. ഗൈസ് ഇവർക്കൊന്നും അഭിപ്രായം പറയാനില്ല. എന്താ ചെയ്യുക? ഗൈസ് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ ചൂട്! സത്യം പറഞ്ഞാൽ നല്ല ടയേർഡായി. പണിക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അവരൊക്കെ എങ്ങനെ വേണ്ടി പണിയെല്ലാം എടുക്കുന്നത്. നമ്മളിതിനെ പണി അങ്ങനെ എടുത്ത് പരിചയമില്ലാത്തതുകൊണ്ട് സത്യം പറഞ്ഞാൽ കുറച്ചെടുക്കുമ്പോൾ തന്നെ നല്ല ടയേർഡാകുന്നു. പിന്നെ വീട്ടിൻ്റെ ഉള്ളിൽ വലിയ വിഷയമില്ല. പിന്നെ വലിയ ഇതൊന്നുമില്ല. 2 നില ആയതുകൊണ്ട് തന്നെ ചൂടെല്ലാം കുറേ കുറവുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സുഹൃത്തുക്കളെ, വീഡിയോ ലൈക്കെല്ലാം ചെയ്യുന്നുണ്ടോ? സബ്സ്ക്രൈബും പരിപാടിയെല്ലാം ചെയ്യണം. ഓക്കെ, ഞാൻ വീണ്ടും മുകളിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞ ഈ പണിക്കാരുണ്ട്. ടർപ്പൻ്റ് ഉണ്ടോ എന്ന് ചോദിക്കാം. ബായ്, ടർപ്പൻ്റ് കൊണ്ടോട്ടെ, താഴെ കൊണ്ടോട്ടെ. ടർപ്പൻ്റ് ഇവിടെ വേണോ? എന്നാൽ ഒഴിച്ചോ, താഴേക്ക് വേണം പോലും. ഇതിൻ്റെ ഇടയിൽ ഓരോ പണികൾ വരും സുഹൃത്തുക്കളെ. ടർപ്പൻ നമുക്ക് താഴേക്കുണ്ടാവും. ഓക്കെ, ഇതാണ് എൻ്റെ പണി എന്ന് പറയുന്നത്. ഇവിടെ എന്തെങ്കിലും ബാലൻസ് ഉള്ള പണികൾ കംപ്ലീറ്റ് ഞാൻ ചെയ്യും. ഏത് ഗൈസ് നെക്സ്റ്റ് പരിപാടി വന്നിട്ടുണ്ട്. ടേബിൾ പെയിന്റ് അടിക്കാൻ. ടേബിൾ ഉണ്ടാക്കാനാ? ഏതാ? ഇരുമ്പിൻ്റെ? അത് ഞാൻ അപ്പം ഇതാണ് നമ്മുടെ വീടാണ്. ഇതാണ് പറയാനുള്ള വീടൊക്കെ സാറേ. മൂപ്പരധികം സംസാരിക്കില്ല. ഏതാ കളർ ഏതാ? ഓക്കെ ഗൈസ്, ഇപ്പോൾ നെക്സ്റ്റ് പണി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ടേബിൾ പെയിൻ്റ് അടിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് ടേബിൾ പെയിൻ്റ് അടിക്കലാണ്. ടേബിളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ്. വെൽഡ് ചെയ്ത് വലിയ ടേബിൾ ഉണ്ടാക്കിയതാണ്. അതിൽ മാർബിൾ ഇട്ട് ചെയ്യുക. എനിക്ക് ടേബിൾ കാണണം. ഇതാണ് ടേബിൾ. ഇതാണ് വെൽഡ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. പക്ഷേ ഇതിൻ്റെ മുകളിൽ മറ്റേ മാർബിളെല്ലാം വരുന്ന സമയത്ത് സത്യം പറഞ്ഞ ഒരു പ്രീമിയം ലുക്കിലേക്ക് ഇത് വരും. സുഹൃത്തുക്കളെ, കറുത്ത പെയിൻ്റാണ് നമ്മൾ അടിക്കാൻ പോകുന്നത്. ഗൈസ്, നമ്മൾ പെയിൻ്റ് അടിച്ച് തുടങ്ങി. കുറച്ച് നേരം നമുക്ക് വിശ്രമമാണ്. അതിനുള്ള ഗ്ലാസിൻ്റെ ആൾക്കാർ അളവെടുക്കും. പെയിൻ്റ് അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭവം ടേബിൾ നിങ്ങൾക്ക് ഇപ്പം കാണുമ്പോൾ വലിയ രസമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതിൻ്റെ മുകളിൽ പിന്നെ മാർബിൾ പോളിഷ് ചെയ്യുന്നുണ്ട്. അത് വന്ന് കഴിയുമ്പോൾ അടിപൊളിയാവും. ഓക്കെ, ഇത് സത്യം പറഞ്ഞാൽ കടയിൽ നിന്നെല്ലാം മുറിയുമ്പോൾ എത്ര പൈസയാവും അറിയാം. പക്ഷേ ഇങ്ങനെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ പൈസയൊക്കെ ചെയ്യാൻ പറ്റും. എനിക്കറിയൊന്നുമില്ല. പക്ഷേ ഇവരോട് ഇതെല്ലാം ചോദിക്കുമ്പോൾ നമ്മൾക്ക് ഇതിനെപ്പറ്റി മനസ്സിലാകും. എന്താണ്? നമുക്ക് പുതിയ അതിഥികൾ ഇവിടെ വന്നിട്ടുണ്ട്. പണിക്കിടയിൽ നമ്മുടെ പുതിയ വീട് സന്ദർശിക്കാൻ കണ്ട് ആമ്മമാർ വന്നിട്ടുണ്ട്. എന്താണ് വീടിൻ്റെ അഭിപ്രായം? സാർ വീടല്ലേ? അടിപൊളിയല്ലേ? പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടേബിൾ എങ്ങനെ ഉണ്ട്? ടേബിൾ ഫുൾ ബ്ലാക്ക് ആയില്ലേ ഇപ്പോൾ? അടിപൊളിയായില്ലേ? ഉണ്ട്. ഇതാണ് ഏറ്റവും മുകളിലത്തെ ഭാഗം. ഏറ്റവും മുകൾ മീൻസ് 2ാം നിലൻ്റെ ഫ്ലോർ വരുന്നത്. പിന്നെ ഇവർ കിണർ കുഴിച്ചില്ല. കിണറിൻ്റെ പകരം തൽക്കാലം ഇവിടെ ഉള്ളത് വെച്ചാൽ ഇവിടെ ഒരു കുളം പോലത്തെ ഒരു സംഭവമുണ്ട്. ഇതിപ്പോൾ ഓൾറെഡി ഉള്ളതാണ്. ആദ്യം ഇവിടെ ആയിരുന്നു. ഇവിടെ ആയിരുന്നു. പിന്നെ അവരെന്താക്കി അവിടെ കുഴിച്ച് നല്ല വെള്ളം ഉണ്ട്. ഇത് അധികം വലിയ ആഴമൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു പക്ഷേ ഞാൻ ഇത്ര ഹൈറ്റ് നോക്കുമ്പോൾ വലിയ കുളം പോലെ ഇതാണ് ഫ്ലോറാണ്. ഇത് നിലമാണ്. ചെറിയ ആഴമേ ഉള്ളൂ. അവിടെ വെള്ളമുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ അത്രത്തോളമാണ് നമ്മളെ ഈ വീടിൻ്റെ അപ്ഡേറ്റ് പരിപാടിയും കാര്യങ്ങളൊക്കെ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നുമില്ല, ഞാൻ പിന്നെ എനിക്കൊണ്ട് ആവുന്ന രീതിയിലുള്ള ഇതാണ് നേരത്തെ പറഞ്ഞ പിന്നെ 1ാം നിലൻ്റെ മോൾ ഭാഗം എന്ന് പറയുന്നത്. നമ്മളടിച്ച ടേബിൾ അവിടെ ഉണ്ട്. കണ്ടോ? ടേബിൾ എങ്ങനെയുണ്ട്? കൊളായിട്ടൊന്നുമില്ലല്ലോ. പെയിൻ്റ് അടിച്ച എക്സ്പീരിയൻസ് ഒന്നുമില്ല. പക്ഷെ എന്നാലും നമ്മൾ ചെയ്യുന്ന പണി വൃത്തിക്ക് എടുക്കും. ഓക്കെ, അപ്പോൾ അതവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞ ഫസ്റ്റ് പോർച്ച്, സെക്കൻഡ് പോർച്ച്, തേർഡ് പോർച്ച്. ഫ്യൂച്ചറിൽ നമുക്ക് എന്താക്കാം,
ബെൻസ്, ബുഗാട്ടി, ഹമ്മർ, ലംബോർഗിനി, ഫെറാരി. മൾട്ടി ബില്യണറിലായി കഴിഞ്ഞാൽ വണ്ടികളുണ്ടായിട്ട് എന്താ കാര്യം, നിർത്തിയിടാൻ പോർച്ച് വേണ്ടല്ലേ. അപ്പോൾ അത്രത്തോളമാണ് സുഹൃത്തുക്കളെ കാര്യങ്ങളുള്ളത് ഗൈസ്. അപ്പോൾ അത്രത്തോളം വിശേഷം കാര്യങ്ങളൊക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് വീടും പരിപാടിയും കാര്യങ്ങളൊക്കെ. ഒന്നും പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, എല്ലാം ഓൾറെഡി നടക്കുകയാണ്. അപ്പോൾ നടക്കുന്നതിനിടയിൽ ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണിച്ചു തന്നുള്ളൂ കുറച്ച് പരിപാടിയും കാര്യങ്ങളല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇത് ഹാളാണ്, വീടിൻ്റെ ഹാളാണ്. ഞാനൊരു ബെഡ്റൂമിലാണ്, ബെഡ്റൂമിൻ്റെ വ്യൂ ഇവിടെ ചില്ല് വരുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് ഇവിടെ ഡയറക്റ്റ് ഹാൾ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രത്തോളമൊക്കെ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടിപൊളി വ്യത്യസ്തവും വെറൈറ്റി ആയിട്ടുള്ള കോണ്ടൻറ്റും പരിപാടിയും കാര്യങ്ങളൊക്കെ മിസ്റ്റർ മാസ്റ്റർ ബ്ലോഗ് നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അധികം പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.